മിസ്സേ സ്റ്റാർട്ട് ചെയ്തോളൂ. മിസ് ഓക്കെ 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 ഞാൻ സ്റ്റാർട്ട് ചെയ്തോളാം മിസ്. എല്ലാവർക്കും എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് ഉണ്ട് മിസ്സേ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വിന്നേഴ്സ് മീറ്റിൽ വളരെ കുറച്ച് ആൾക്കാരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അതിൽ നമുക്ക് വിന്നേഴ്സ് ഉണ്ട്, നമ്മളുടെ കോച്ചിങ് എടുക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. ഇനി പുറത്തു നിന്നുള്ളവർക്ക് നമ്മൾ യൂട്യൂബിൽ സെഷൻ അവൈലബിൾ ആക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ വന്നു ചേർന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എൻ്റെ പേര് മരിയ എന്നാണ്. ടോസ് അക്കാഡമിയുടെ ജനറൽ പേപ്പറിന്റെ കോച്ചിങ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ നമ്മളുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനറൽ പേപ്പറിന്റെ ജസ്റ്റ് കുറച്ച് ഫോക്കസ് ഏരിയാസ് മെൻഷൻ ചെയ്തുകൊണ്ടായിരിക്കും. അതിനുശേഷം വിന്നാസിന്റെ ടോക്ക്, അതിനുശേഷം ഫൈനലായിട്ട് സജിത മിസിന്റെ എക്കണോമിക്സ് പേപ്പറിന്റെ ഹോട്ട് ടോപ്പിക്സ് പറയുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ടോസ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ബാച്ചുകൾ 9 എക്സാമിന്റെ ബാച്ചുകളാണ് പല സബ്ജക്റ്റുകൾക്കായിട്ട് പാസ്സായിട്ടുള്ളത്. പല സബ്ജക്റ്റുകൾക്കായിട്ട് നമുക്ക് 3000-ലധികം സെറ്റ് വിന്നേഴ്സ് അവൈലബിൾ ആണ്. അതിൽ എക്കണോമിക്സിന് മാത്രം 200-അതിൽ അധികം സ്റ്റുഡൻസ് നമുക്ക് പല ബാച്ചുകളിലായിട്ട് പാസ്സായിട്ടുണ്ട്. സെറ്റില് മാത്രമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമായിട്ടുള്ള HSST എക്സാം, അതിൽ നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്, ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളുടെ സെറ്റ് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് നടത്തുന്നവർക്ക് ഇന്നത്തെ വിന്നേഴ്സ് മീറ്റ് വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഫസ്റ്റിലെ ഉള്ള പ്രസന്റേഷൻ എന്ന് പറയുന്നത് 2025 ജൂലൈ മാസം നടക്കുന്ന സെറ്റ് എക്സാം അപ്പിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതാനും ചില സ്റ്റുഡൻസ് നമ്മളുടെ ഈ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ യൂട്യൂബിലും നമ്മളെ വീക്ഷിക്കുന്നവരുണ്ടാകും. അവർക്ക് 2 മാസത്തിലെ സെറ്റിന്റെ ജനറൽ പേപ്പറിൽ പെട്ടെന്ന് നോക്കി പോകാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളൊരു സെഷനാണ്. നമുക്കറിയാം സെറ്റിന് 2 പേപ്പർ ഉണ്ട്, ജനറൽ പേപ്പറും സബ്ജക്ട് പേപ്പറും. അതിൽ ജനറൽ പേപ്പറിനും 120 മാർക്ക്, സബ്ജക്റ്റിന് 120 മാർക്ക്, അങ്ങനെയാണ് വരുന്നത്. ഈ 120, 240 മാർക്കില് നിങ്ങൾക്ക് ടോട്ടൽ പാസ് മാർക്ക് ജനറൽ കാറ്റഗറിക്ക് 116 മാർക്കാണ്. സെപ്പറേറ്റ് സ്കോർ എന്ന് പറയുന്നത് ഓരോ പേപ്പറിനും 48 മാർക്കുമാണ്. അതായത് സെപ്പറേറ്റ് 48 മാർക്കും വേണം പാസ്സാകാൻ, ടോട്ടൽ 116 മാർക്കും വേണം രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ പാസ്സാവാനായിട്ട് ജനറൽ കാറ്റഗറിക്ക്. നിങ്ങൾ സെപ്പറേറ്റ് പാസ്സായാൽ മാത്രം പോരാ, ടോട്ടൽ സ്കോറും വേണം. ടോട്ടൽ സ്കോർ ഉണ്ടായിട്ടും കാര്യമില്ല, സെപ്പറേറ്റ് ഓരോ പേപ്പറും പാസ് മാർക്ക് കടന്നിട്ടും ഉണ്ടാവണം. OBCക്ക് ഈച്ച് പേപ്പർ 42 മാർക്കാണ്, ടോട്ടൽ സ്കോർ 108 ആണ്. SC/ST ഇങ്ങനെയുള്ള കാറ്റഗറിക്കൊക്കെ സെപ്പറേറ്റ് 42 മാർക്കാണ്, ടോട്ടൽ സ്കോർ 96 ആണ് വേണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു മാർക്കിന്റെ രീതി എന്ന് പറയുന്നത്. നെഗറ്റീവ് മാർക്ക് ഒന്നുമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. എല്ലാം അറ്റൻഡ് ചെയ്ത് ഇത്രയൊക്കെ സ്കോറിൽ എത്തിയാൽ മതി. അപ്പൊ അതില് നമ്മളുടെ ഒരു ടാർഗറ്റ് നമുക്ക് എപ്പോഴും നമ്മളുടെ എക്സാം പ്രിപ്പറേഷനിൽ ഉണ്ടായിരിക്കണം. മെജോറിറ്റി ആൾക്കാരും നമ്മൾ വർഷങ്ങളായിട്ട് സ്റ്റുഡൻസിനെ കാണുകയാണല്ലോ, എല്ലാവർക്കും ജനറൽ പേപ്പർ ഈസിയും സബ്ജക്ട് പാടുമായിരിക്കും. തിരിച്ചുള്ളവർ വളരെ റെയർ ആണ്. അപ്പൊ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ജനറൽ പേപ്പറിൽ ഒരു 50 മാർക്കെങ്കിലും മിനിമം നേടണം. 50 അല്ല, ആക്ച്വലി ഒരു 55 to 60 ഉണ്ടെങ്കിലേ കാര്യം ഉണ്ടാവുള്ളൂ. ഒരു 60 മാർക്കെങ്കിലും ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം സബ്ജക്ട് പാടായവർക്ക് ഈ 60 മാർക്ക് ഇവിടെ സേഫ് ആണെങ്കിൽ മാത്രമേ അതനുസരിച്ച് സബ്ജക്റ്റിന് നമുക്കൊരു സ്കോറിങ് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അപ്പോ ഈ ഒരു രീതിക്കാണ് നമുക്ക് സ്കോർ വേണ്ടത്. ഇപ്പോൾ എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം ആർട്സ് സബ്ജക്റ്റുകളിൽ വരുന്നതിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള എക്സാം നടക്കുന്നത് എക്കണോമിക്സിനാണ്. എല്ലാ വർഷവും തന്നെ ടഫ് എക്സാം ആണ് വരുന്നത്. പക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കാത്തതൊന്നുമല്ല ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ സെറ്റിന്റെ ജനറൽ പേപ്പറിൽ നമുക്ക് ടോട്ടൽ 6 യൂണിറ്റാണ് ഉള്ളത്. അപ്പൊ ഓരോ യൂണിറ്റിനും 20 മാർക്ക് വെച്ച് പറഞ്ഞിട്ടാണ് ടോട്ടൽ 120 മാർക്ക് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പക്ഷെ എപ്പോഴും ഒരു യൂണിറ്റിൽ നിന്ന് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, മിക്സ് ചെയ്തും ചോദിക്കാറുണ്ട്. സെറ്റിന്റെ ടോട്ടൽ ജനറൽ പേപ്പറിന്റെ സിലബസിനെ 2 ഭാഗങ്ങളായിട്ടാണ് ഞാൻ തിരിക്കുന്നത്. ഒന്ന് GKയുടെ ഒരു ഭാഗവും
രണ്ടാമതായിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഭാഗവും. അതായത് യൂണിറ്റ് 1, 2, 3 എന്ന് പറയുന്നത് ഏകദേശം ഒരു PSC രീതിക്കുള്ള ഭാഗങ്ങളാണ്. അതില് GK വരുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ജനറൽ മാത്സ്, ലോജിക്കൽ റീസണിങ്, സയൻസ് ഒക്കെ വരുന്നതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് 60 മാർക്കിന്റെ ഭാഗം. ലാസ്റ്റ് വരുന്ന 60 മാർക്ക് എന്ന് പറയുന്നത് നമ്മളുടെ BEdന് പഠിച്ച കാര്യങ്ങള്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, സൈക്കോളജി, ഫിലോസഫി ഒക്കെയാണ് ലാസ്റ്റ് 3 യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്സ്, നിങ്ങൾ എക്കണോമിക്സ് ഒക്കെ ആയതുകൊണ്ട് GK പോർഷൻ വലിയ കുഴപ്പം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൊതുവെ എക്കണോമിക്സുകാർക്കും ഹിസ്റ്ററിക്കാർക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ജനറൽ പേപ്പറിലെ GK എളുപ്പമാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനറൽ പേപ്പറിലെ സയൻസും മാത്സും ഒക്കെ കുറച്ച് ടഫായിട്ട് വരാൻ ഒരു ചാൻസ് ഉണ്ട്. എല്ലാവർക്കും അങ്ങനെയല്ല, ചാൻസ് ഉള്ളവരാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ GK കുറച്ചും കൂടെ നിങ്ങളുടെ കയ്യിൽ സേഫ് ആണ്. നിങ്ങൾക്ക് ജനറൽ മാത്സിലും ജനറൽ ഇംഗ്ലീഷിലും ഒക്കെ ഒന്നൊരു ഫോക്കസ് അങ്ങനെ കൊടുത്താൽ ഞാൻ പറഞ്ഞ 60 അല്ല 70 75 മാർക്ക് സ്കോർ ചെയ്ത് ജനറൽ പേപ്പറിൽ എത്താനായിട്ട് സാധിക്കും. അല്ല, യൂണിറ്റ് 1നെ പറ്റി ഒന്ന് ഞാൻ പറയാണ്. യൂണിറ്റ് 1ന്റെ മൊഡ്യൂൾ 1 അവിടെ നിൽക്കട്ടെ. മൊഡ്യൂൾ 2, 3, 4 എന്ന് പറയുന്നതാണ് നമ്മളുടെ എൻറ്റയർ GK ടോപ്പിക്സ് എന്ന് പറയുന്നത്. ശരിക്കും ഈ 3 ഏരിയയിൽ നിന്നും ഒരു 15 മുതൽ 25 വരെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. GKന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കറണ്ട് അഫയേഴ്സിൽ നിന്ന് കുറയും, ജനറൽ മാത്സിൽ നിന്ന് കുറയും. GKന്ന് കുറവാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സും ജനറൽ മാത്സ്, ഇംഗ്ലീഷ്, സയൻസ് ഒക്കെ ക്വസ്റ്റ്യൻസ് കൂടും. ആ രീതിക്കാണ് അതിന്റെ ബാലൻസിങ് വരുന്നത്. ഈ GK എന്ന് പറഞ്ഞ ഒറ്റ ഹെഡിങ്ങിൽ വരുന്നത് എക്കണോമിക്സിൽ നിന്നും ഹിസ്റ്ററി, ജോഗ്രഫി, ലിറ്ററേച്ചർ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മൾക്ക് ഒരു സർട്ടൈൻ ഏരിയാസ് ഇല്ല, എക്സ്പെക്റ്റഡ് ഏരിയാസ് ഇല്ല, റിപ്പീറ്റഡ് ഏരിയാസ് ഇല്ല, സ്പെസിഫൈ ചെയ്ത് പറയാൻ ഏരിയാസ് ഇല്ല. GK എന്ന് പറഞ്ഞ കടല് പോലെയാണ്, എവിടെ നിന്നും എന്തും ചോദിക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാകും ഒരു വശം ചോദിക്കുന്നതല്ല അടുത്ത വശം. പക്ഷേ ചില ഏരിയാസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു മിനിമം സ്കോർ ഉറപ്പായിട്ടും ഈ GKയിൽ കിട്ടും. ബാക്കിയൊക്കെ നിങ്ങൾ കറക്കി കുത്തിയാലും മിനിമം കിട്ടും. അങ്ങനെയുള്ള ഏരിയാസ് ആണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ കയറിയിട്ടുള്ളവര് പെന്നും പേപ്പറും ഉണ്ടെങ്കിൽ ജസ്റ്റ് പോർഷൻസ് ഒന്ന് മാർക്ക് ചെയ്ത് പോവാ. ഫസ്റ്റിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയെ പറ്റിയുള്ള ചോദ്യങ്ങൾ, ആർട്ടിക്കിൾസ്, അമെന്റ്മെന്റ്സ് ഒക്കെ ചോദിക്കും. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് യുണൈറ്റഡ് നേഷൻസ്, UN റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷൻസ്, WTO, WHO, IMF അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, പിന്നെ UN-ന്റെ ഹിസ്റ്ററി, അതിന്റെ എസ്റ്റാബ്ലിഷ്ഡ് ഇയർ, അങ്ങനെയൊക്കെ പ്രസന്റ് എന്താണ് സെക്രട്ടറി ജനറൽ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഇപ്പൊ അതുപോലെ തന്നെ നാഷണൽ ഇന്റർനാഷണൽ ലെവലുള്ള മറ്റ് പ്രധാന ഓർഗനൈസേഷൻസ്, ഇപ്പം ISRO, RBI, ഇതിന്റെയൊക്കെ കറണ്ട് ചെയർമാൻ ആര്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് കറണ്ട് അഫെയർ ആണ് കേട്ടോ, ഞാൻ ഇങ്ങനെ ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ കേരള റിനൈസൻസ്, ഫ്രീഡം മൂവ്മെന്റ്സ്, അതിലെ ലീഡേഴ്സ്, ഇയേഴ്സ്, ഇവന്റ്സ് ഒക്കെ ചോദിക്കും. ഇതൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറെ മാസത്തെ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാൻ പറ്റും കുറെ വർഷങ്ങളിലെ. അത് തന്നെ ഒന്ന് മനസ്സിലാക്കി പോയാൽ ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും ഒക്കെയാണ് എല്ലാ വർഷവും ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് റിനൈസൻസും ഫ്രീഡം മൂവ്മെന്റും ഒക്കെ ഒരു ഷുവർ ഏരിയ ആണ്. ആക്ട്സ് പാസ്ഡ് ബൈ ബ്രിട്ടീഷ് ഇന്ത്യ, പെൻ നെയിംസ് ഓഫ് മലയാളം റൈറ്റേഴ്സ്, എപ്പിക്സ് ഇൻ ഇന്ത്യ. എപ്പിക്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മള് വേദാസ് അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. റിവേഴ്സ്, ബയോസ്ഫിയേഴ്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ഡാംസ്, കറൻസി, അതിനകത്ത് ഇമേജുകളെ പറ്റി, പ്രധാന ലീഡേഴ്സും മെമ്മോറിയൽസും, മുഗൾ എംപയർ, അതുപോലെ തന്നെ ആൻഷ്യൻ ഇന്ത്യൻ ഡൈനാസ്റ്റീസ്, മൊണ്യൂമെന്റ്സ്, ഇന്ത്യയിലുള്ള മൊണ്യൂമെന്റ്സിനെ പറ്റി, അതിന്റെ യുനെസ്കോ ഇമ്പോർട്ടൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളെ പറ്റിയൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ബുക്സ് ആൻഡ് ഓതേഴ്സ്, ബയോഗ്രഫീസ് ഒക്കെ ചോദിക്കാറുണ്ട്. ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുമ്പോൾ ഓതേഴ്സ് ഫേമസ് പേഴ്സണാലിറ്റീസ് ആയിരിക്കും, പൊളിറ്റീഷ്യൻസോ അതുപോലെ തന്നെ ഫിലിം പേഴ്സൺസോ ആർട്സ് അല്ലെങ്കിൽ സ്പോർട്സ് ഒക്കെ ആവാം. ഇനി ഡാൻസ് ഫോംസ്, ഡേറ്റ്സ് ആൻഡ് തീംസ്, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് മസ്റ്റ് സ്റ്റഡി ടോപ്പിക്സ് ആണ് കേട്ടോ. നിങ്ങൾ GK പഠിക്കാൻ സമയം GKക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ മെജോറിറ്റി ആൾക്കാരും GK കുറച്ചൊക്കെ നോക്കിയിട്ട് വിടുക ചെയ്യുന്നത്. കാരണം അതാണ് അതിന്റെ ഇത്രയും ടോപ്പിക് നമ്മൾ പഠിച്ചെത്തില്ല. അപ്പോൾ പഠിക്കുകയാണെങ്കിൽ ഇത്രയും ടോപ്പിക്ക് കമ്പൽസറി ആയിട്ട് പഠിക്കണം. ക്ലിയർ ആയോ സ്റ്റുഡൻസിന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പോഴത്തെ കറണ്ട് സ്റ്റുഡൻസിന് ചോദിക്കാം കേട്ടോ. കറണ്ട് സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാം.
ഓക്കെ, അടുത്തത് ഞാൻ യൂണിറ്റ് 1ൽ നിന്നും നേരെ യൂണിറ്റ് 3ലോട്ടാണ് പോകുന്നത്. കാരണം GKയുമായി ചേർത്ത കറണ്ട് അഫയേഴ്സും കൂടെ ഒന്ന് പറഞ്ഞു പോവാം. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പം 2025 ജൂലൈ പരീക്ഷയ്ക്കാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നതെങ്കിൽ 2024 ജൂൺ മുതൽ മെയ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കണം. നേരത്തെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ അക്കാഡമി സ്റ്റാർട്ട് ചെയ്ത ഇയറിലൊക്കെ ജസ്റ്റ് ഒരു 5-6 മാസത്തിനുള്ളിൽ നിൽക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ഈസി ആയിട്ടായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. നോബൽ പ്രൈസ് കിട്ടിയത് ആർക്ക് എന്നൊക്കെ പറയാം, അങ്ങനെ ആ ടൈപ്പ്. പക്ഷെ 1-2 വർഷങ്ങളായിട്ട് ഇച്ചിരി ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 6 മാസം, ഒരു 1 ഇയറിനുള്ളിലുള്ള കറണ്ട് അഫയേഴ്സ് നോക്കി പോകണം. കോച്ചിങ് ക്ലാസ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മാക്സിമം കളക്ട് ചെയ്തിട്ടാണ് തരുന്നത്. അത് മസ്റ്റ് ആയിട്ട് നോക്കി പോകണം. കറണ്ട് അഫയേഴ്സിൽ നിന്നും 10 മുതൽ 20 വരെ ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിൽ നമ്മള് ടെക്നോളജി, ഇൻവെൻഷൻസ്, ഇന്നോവേഷൻസ് ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ടെക്നോളജി എന്നൊരു കോമൺ ടൈറ്റിൽ പറയുമ്പോൾ പുതിയ പുതിയ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ മിഷൻസ്, ഇന്ത്യയിൽ തന്നെ ചന്ദ്രയാൻ, ഗഗൻയാൻ, ആദിത്യ L1 അതിനെ പറ്റിയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പുതിയ പരീക്ഷണങ്ങൾ, ഇപ്പം നമുക്കറിയാം ഈ 2025 മെയ്യിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അവിടെ നമുക്ക് ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റത്തെ പറ്റി, മിസൈലുകളെ പറ്റി, ആകാശ് മിസൈൽ, റാഫേൽ വിമാനങ്ങളെ പറ്റിയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് നടന്നത്, ആരാണ് നടത്തിയതെന്നും ആയിരിക്കില്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കി പോവാ. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ UN റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ചോദിക്കാം, കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ചോദിക്കാം. അതുപോലെ തന്നെ പുതിയ വിദ്യാഭ്യാസ പോളിസികളെ പറ്റി, സ്കീമുകളെ പറ്റിയുള്ള കറണ്ട് അഫയേഴ്സ് ചോദിക്കാം. പിന്നെ സ്പോർട്സ് റിലേറ്റഡ് അവാർഡ്സ്, ഈവന്റ്സ് ഒക്കെ ചോദിക്കാം. ഫിലിം അവാർഡ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ ലിറ്ററേച്ചർ, മ്യൂസിക്, പിന്നെ നോബൽ പ്രൈസ്, ഗ്രാമി അവാർഡ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസും ഉറപ്പായിട്ടും ചോദിക്കാം. പിന്നെ സമ്മിറ്റ്, ഉച്ചകോടികളെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ്, G7, G20, ബ്രിക്സ് സമ്മിറ്റ് എത്രാമതാണ്, ഇപ്പൊ 16th ബ്രിക്സ് സമ്മിറ്റ് എവിടെയാണ് നടന്നത്, 17th എവിടെയാണ് നടക്കാൻ പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കാം. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI റിലേറ്റഡ് കമ്പൽസറി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കറണ്ട് അഫയേഴ്സിന്റെ ഏരിയാസ് കടന്നു വരുന്നത്. ഞാൻ പ്രസന്റേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്ററാക്ഷൻ ടൈം തരാം. ഇനി ഞാൻ നേരെ യൂണിറ്റ് 1ലേക്ക് ഒന്ന് വരികയാണ്. GKയും കറണ്ട് അഫെയറും തീർന്നു. മൊഡ്യൂൾ 1നെ പറ്റി ഞാൻ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നില്ല. മൊഡ്യൂൾ 1ല് ജനറൽ സയൻസ്, മാത്സും ഒക്കെയാണ് വരുന്നത്. ഇത് നിങ്ങളുടെ ഒരു പ്രശ്ന ഏരിയ ആയിരിക്കും. കാരണം നിങ്ങൾ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാകും. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ മാത്സിനൊരു പ്രത്യേകതയുണ്ട്. GK പോലെ അല്ല. GK നമുക്ക് പഠിച്ചെത്തില്ലെങ്കിലും മാത്സ് നമുക്കൊരു നമുക്കൊരു പോയിന്റ് ഇതിൽ നിർത്താൻ പറ്റുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ആവറേജ് കാണുക, ഇൻട്രസ്റ്റ് കാണുക, പെർസെൻറ്റേജ് കാണുക, സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുക, ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, ജോമെട്രി എന്നും പ്രോബബിലിറ്റി എന്നൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നിങ്ങൾ ടോസ് അക്കാഡമിയുടെ കോച്ചിങ് ക്ലാസ് എടുക്കുകയാണെങ്കിൽ രേഷ്മ മിസ്സിന്റെ ക്ലാസ് മാത്രം മതി നമുക്ക് സ്കോർ ചെയ്യാൻ. ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും അല്ലെ? ഇച്ചിരി ഒന്ന് ബുദ്ധി പ്രയോഗിച്ചാൽ കിട്ടും. നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. കാരണം അത് നമുക്ക് കണക്ക് ചെയ്ത് നോക്കാനുള്ളതൊന്നും അല്ല. മെന്റൽ എബിലിറ്റി, ഇപ്പോൾ കോഡിങ്, ഡീകോഡിങ് ഒക്കെയാണ്, ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ അങ്ങനെ 2 മുതൽ 5 വരെ ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്നും ചോദിക്കും. ഇത് പഠിച്ചാൽ ഷുവർ ആട്ടോ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി കുറച്ച് സയൻസ് ഉണ്ട്. സയൻസും ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ കുറച്ച് ഷുവർ ഏരിയാസ് ഉണ്ട്. കെമിസ്ട്രിയിൽ മെറ്റൽസ്, നോൺ മെറ്റൽസ്, അലോയ്സ്, ഓറ്, അങ്ങനെയൊക്കെയുള്ള കുറെ, പിന്നെ ഇപ്പം കുറെ കെമിക്കൽ കോമ്പൗണ്ടുകളുടെ നിക് നെയിംസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഫിസിക്സിൽ ഗ്രാവിറ്റേഷൻ, അതുപോലെ ലൈറ്റ് ഫിനോമിനൻ ഒക്കെ ചോദിക്കാറുണ്ട്. ഇതിലും കൂടുതൽ ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ബയോളജി എന്നാണ്. വൈറ്റമിൻസ്, ഡിസീസുകള്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. 5 മുതൽ 8 വരെ ക്വസ്റ്റ്യൻസ് ഈ സയൻസ് പോർഷനിൽ നിന്നും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് യൂണിറ്റ് 1ലെ മൊഡ്യൂൾ 1ന്റെ കാര്യം. ഇതാ ഞാൻ പറഞ്ഞ ഒരു യൂണിറ്റിന് 20 മാർക്ക് എന്നൊക്കെയാണ് പറയുന്നതെന്നുണ്ടെങ്കിലും അതിലൊന്നൊരു ഉറപ്പുമില്ല, മാറി മാറി ചോദിക്കും. എങ്ങനെയാണെങ്കിലും ഈ ഫസ്റ്റ് 3 യൂണിറ്റിൽ നിന്ന് 60 മാർക്കിന്റെ ക്വസ്റ്റ്യനെ ഉണ്ടാവുള്ളൂ. ഇനി യൂണിറ്റ് 2 എന്ന് പറയുന്നത്, യൂണിറ്റ് 1 കംപ്ലീറ്റ് ചെയ്തു, യൂണിറ്റ് 3 കംപ്ലീറ്റ് ചെയ്തു. യൂണിറ്റ് 2 എന്ന് പറയുന്നത് നമ്മൾക്ക് ജനറൽ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് ഗ്രാമർ 2-3 ക്വസ്റ്റ്യൻസേ ഉണ്ടാവാറുള്ളൂ കേട്ടോ മാക്സിമം. അതിൽ സ്പെല്ലിംഗ് കറക്ഷൻ, പക്ക ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ്. ഫ്രേസൽ വെർബുകള്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ കോച്ചിങ് എടുക്കുകയാണെങ്കിൽ അഞ്ജലി മിസ്സിന്റെ ക്ലാസ് ഫോളോ ചെയ്താൽ മതി. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുള്ളൂ.
അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ എന്താ പറയാ GK ഏരിയാസിനെ പറ്റി പറയാനുള്ളത്. അടുത്തത് യൂണിറ്റ് 4, 5, 6 കംപ്ലീറ്റ്ലി BA ടോപ്പിക്സ് ആണ്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇത് പഠിച്ചു തീർക്കാൻ 2 മാസമൊന്നും വേണ്ട. ശരിക്കും ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസത്തിൽ പഠിച്ചു തീർത്ത് 1 മാസത്തിൽ നമുക്ക് റിവിഷൻ നടത്താവുന്നതേ ഉള്ളൂ. അപ്പൊ ജനറൽ പേപ്പർ അത്രേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പഠിച്ചെത്താവുന്നതേ ജനറൽ പേപ്പറിലുള്ളൂ. പക്ഷെ ഈ കോച്ചിങ് ഒക്കെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്യുന്ന പോയിന്റ്സ് വാലിഡ് ആയിരിക്കണം. നമ്മളുടെ സിലബസിനോടും ക്വസ്റ്റ്യൻ പേപ്പറുകളോടും യോജിക്കുന്ന രീതിയിലുള്ളതാകാൻ ശ്രമിക്കുക. യൂണിറ്റ് 4 ഫിലോസഫിയും സൈക്കോളജിയും മിക്സ് ചെയ്ത് കിടക്കുന്നുണ്ട്. മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം മൊഡ്യൂൾ 4ഉം നമ്മളുടെ ഫിലോസഫി ടോപ്പിക്സ് ആണ്. അതില് സ്കൂൾസ് ഓഫ് ഫിലോസഫിന്റെ ഈസ്റ്റും വെസ്റ്റും വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഐഡിയലിസം, നാച്ചുറലിസം എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ടല്ലോ, ബുദ്ധിസം, ജൈനിസം, അതാണ് സ്കൂൾസ് ഓഫ് ഫിലോസഫി. വെസ്റ്റും ഈസ്റ്റും തരം തിരിച്ച് പഠിക്കുക. അതിന്റെ മെയിൻ പ്രൊപ്പോണൻസ്, മെയിൻ ഗോൾസ്, എയിംസ്, ഹൈലൈറ്റ്സ് ഒക്കെ പഠിക്കുക. ക്രിട്ടിക്കൽ പെഡഗോഗി പൗലോ ഫ്രിയറിന്റെ കൺസെപ്റ്റ് ആണ്, മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. തിങ്കേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ, എമിനന്റ് തിങ്കേഴ്സ് പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഒരു 2 month സ്റ്റഡി പ്ലാനിൽ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഞാൻ പറയുന്നത്. സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ എക്സാമിന് ചോദിക്കുന്നത് സോഷ്യൽ റിലേറ്റഡ് ടേംസും കൾച്ചർ റിലേറ്റഡ് ടേംസും ആണ്. സോഷ്യൽ റിലേറ്റഡ് ടേംസ് എന്ന് പറയുന്നത് സോഷ്യൽ ചേഞ്ച്, സോഷ്യൽ മൊബിലിറ്റി ഒക്കെയാണ്. കൾച്ചർ റിലേറ്റഡ് ടേംസ് എന്ന് പറയുമ്പോൾ കൾച്ചറൽ ലാഗ്, കൾച്ചറൽ ഡിഫ്യൂഷൻ, അങ്ങനെ കുറെ കാര്യങ്ങളുമാണ്. അതിൽ സിലബസിൽ മെൻഷൻ ചെയ്യാത്ത ടേംസും ചോദിക്കാറുണ്ട്. നിങ്ങൾ കോച്ചിങ്ങിന് എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ എന്റെ കൾച്ചർ, സോഷ്യൽ റിലേറ്റഡ് ടൈംസ് എന്ന് പറഞ്ഞ ക്ലാസ് മാത്രം കണ്ടാൽ മതി. ഡൗട്ട് ചോദിച്ചാൽ മതി മനസ്സിലായില്ലെങ്കിൽ. ഇനി കോച്ചിങ്ങിന് എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഇതിൽ മെൻഷൻ ചെയ്യാത്ത ടൈംസും വരുന്നുണ്ട്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്താലേ കിട്ടുള്ളൂ. PYQs LBSന്റെ സൈറ്റിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. മൊഡ്യൂൾ 4 എഡ്യൂക്കേഷണൽ കമ്മീഷൻസും പിന്നെ കുറെ RT, NCERT, SCERT, RUSC, RMS അങ്ങനെ കുറെ പ്രോഗ്രാംസിനെ പറ്റിയൊക്കെ ഉള്ളതാണ്. ഇത് കമ്പൽസറി ആയിട്ട് പഠിക്കണം. ഇത്ര നേരം ഞാൻ പറഞ്ഞ യൂണിറ്റ് 4 കാര്യങ്ങൾ പഠിച്ചാൽ ഒരു 10 മാർക്ക് നിങ്ങൾക്ക് അവിടെ സേഫ് ആയിട്ട് കിട്ടും. അത്രയും റിച്ച് ഏരിയാസ് ആണിത്. ഒരു കാര്യം ആഡ് ചെയ്യാം, സിലബസിൽ വളരെ പഴയ സിലബസ് ആണ്, 2014 സിലബസ് ആണ്. ഇവിടെ നിങ്ങൾ എഡ്യൂക്കേഷണൽ കമ്മീഷൻസ് പഠിക്കുമ്പോൾ പുതിയ വിദ്യാഭ്യാസ നയം NEP-യെ പറ്റി പഠിക്കണം. അതുപോലെ NCF, KCF തുടങ്ങിയ കാര്യങ്ങളും പഠിക്കണം. ഇതൊന്നും സിലബസിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. ഇതൊക്കെ പക്ഷെ സിലബസിന് പുറത്തുനിന്ന് ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇനി യൂണിറ്റ് 4 5 ആയിട്ടാണ് സൈക്കോളജി ഏരിയാസ് കിടക്കുന്നത്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ BEdന് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പഠിക്കാനുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ അർജുനൻ സാറിന്റെയോ ശിവരാജ് സാറിന്റെയോ ടെക്സ്റ്റ് ആയിരിക്കും BEdന് ഉണ്ടായിരുന്നായിരിക്കുക. അതിൽ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ചോദിക്കും. പക്ഷെ കേട്ടിട്ട് പോലെ 40 മാർക്കിനൊന്നും ഇവിടെ ക്വസ്റ്റ്യൻ ഇല്ല. സെറ്റിനൊക്കെ വരുമ്പോഴത്തേനും സെറ്റിന് 10 to 15 ക്വസ്റ്റ്യൻസേ സൈക്കോളജി പാർട്ടിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 10 മാർക്ക് ഷുവർ ആണ്. വളരെ എളുപ്പമുള്ള എക്സാം ആണെങ്കിൽ 15 മാർക്ക് വരെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇതില് ലേണിംഗ് തിയറീസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവാലുവേഷൻ, ഇപ്പൊ ഗ്രേഡിംഗ് സിസ്റ്റം, ഇതൊക്കെ പഠിക്കാനുണ്ട്. കൺസ്ട്രക്റ്റിവിസം, കൊഗ്നിറ്റീവ് ഫീൽഡ് തിയറി, ബിഹേവിയറിസം, ഡിഫൻസ് മെക്കാനിസം, ബ്ലൂംസ് ടാക്സോണമി, ഇതെല്ലാം പഠിക്കാനായിട്ടുണ്ട്. ഇതൊക്കെ വരുന്നതാണ് സൈക്കോളജി. യൂണിറ്റ് 5 സൈക്കോളജി ടോപ്പിക് ഉണ്ട്. മൊഡ്യൂൾ 3 കുറെയൊക്കെ ഏരിയ നിങ്ങൾക്ക് സിലബസിൽ നിന്നും കോട്ട് ചെയ്യാൻ പറ്റും. ബാക്കി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലേ കിട്ടുള്ളൂ. കോച്ചിങ്ങിന് ജോയിൻ ചെയ്തേക്കുന്നവരോട് വീണ്ടും പറയുന്നു, ക്ലാസ് പക്കയായിട്ട് ഫോളോ ചെയ്യുക. ഇനി യൂണിറ്റ് 5 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഏരിയ ഉണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഏരിയ 10 മാർക്കൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ സൈക്കോളജിയിൽ നിന്നും ഫിലോസഫിയിൽ നിന്നും ക്വസ്റ്റ്യൻ കുറയാണെങ്കിൽ ഇവിടുന്ന് ക്വസ്റ്റ്യൻ കൂടും. 10 to 15 അതില് ഒരു 5-6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടതല്ല. നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഒരു ക്ലാസ് റൂം സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒരു 5-6 മാർക്ക്. ബാക്കി നിങ്ങളുടെ തിയറി പോലെയൊക്കെ പഠിച്ചിട്ട് പോകുന്നത് ടീച്ചിങ് മെത്തേഡ്സിനെ പറ്റിയല്ല. നിങ്ങൾ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ BEdന് പഠിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ടീച്ചിങ് മെത്തേഡ്സിലൊക്കെ വരുന്നത്. മൈക്രോ ടീച്ചിങ്, മാക്സിംസ് ഓഫ് ടീച്ചിങ്, ലെവൽസ് ഓഫ് ടീച്ചിങ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നിങ്ങൾ പഠിക്കണം.
ഫൈനൽ മൊഡ്യൂൾ 5-ൽ തന്നെ ഇവാലുവേഷൻ ഉണ്ട്. ഇതൊരു മസ്റ്റ്. ഇപ്പൊ സൈക്കോളജിയിൽ നിന്ന് ക്വസ്റ്റ്യൻ കുറയുന്ന ചില സമയത്ത് ഇവാലുവേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ കൂടുതൽ കാണാറുണ്ട്. അപ്പൊ ഈ വൈക്യു ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇവാലുവേഷനിൽ നിന്നുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഈ വൈക്യുവിൽ നിന്ന് തന്നെ കിട്ടും. കോച്ചിങ്ങിന് ജോയിൻ ചെയ്തേക്കുന്നവരാണ് ശ്രദ്ധിക്കുക. ക്ലാസ് കണ്ടിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാണ്ടിരിക്കരുത്. കാരണം ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പരിചയപ്പെടുത്തുന്നത് എക്സാമുകളിലൂടെയാണ്. ഫൈനലി യൂണിറ്റ് 6 അവസാനത്തെ ഒരു 1-2 വർഷം ആയിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ കുറഞ്ഞിട്ട് കമ്മ്യൂണിക്കേഷനിൽ നിന്നും റിസർച്ചിൽ നിന്നും ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. UGC നെറ്റിന്റെ ലെവലിലേക്ക് ഇത് രണ്ടും പഠിക്കണ്ട. കമ്മ്യൂണിക്കേഷൻ റിസർച്ച് അത്രയും ലെവൽ കൂടിയതൊന്നും അല്ല, ഈസിയാണ്. കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ ജസ്റ്റ് ബേസിക് കമ്മ്യൂണിക്കേഷൻ പ്രിൻസിപ്പിള്, ടൈപ്സ്, സൈക്കിള്, കമ്മ്യൂണിക്കേഷൻ സൈക്കിള്, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെയാണ് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ഒഴികെ ബാക്കിയൊക്കെ ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ ഇതായിരിക്കും ആൻസർ എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഏരിയാസ് ആയിരിക്കും. റിസർച്ച് അങ്ങനെയല്ല, വായിച്ച് മനസ്സിലാക്കണം. ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ട്. ഇതിൽ ആക്ഷൻ റിസർച്ച് കമ്പൽസറി ആണ്. APA സ്റ്റൈല്, പ്ലാഗ്യറിസം ഒക്കെ സ്ഥിരം ഏരിയ ആണ്. കമ്പ്യൂട്ടർ ആൻഡ് ICT പഠിക്കാനുണ്ട്. ICT റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളെ പറ്റിയും കമ്പ്യൂട്ടറിന്റെ കീബോർഡ് സെറ്റിംഗ്സിനെ പറ്റിയും പിന്നെ ചില അബ്രിവേഷൻസ് തന്നിട്ട് അത് ചോദിക്കാറുണ്ട്. മൂക്ക്, മൂഡില്, ITH സ്കൂള്, വിക്ടേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങള്. പിന്നെ ഈ റീസെന്റ് ആയിട്ട് ICTക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊടുക്കുന്ന കുറെ പോർട്ടലുകളൊക്കെ ഉണ്ട്, സ്വയം എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ പഠിക്കാനുണ്ട്. യൂണിറ്റ് 6-ലെ മൊഡ്യൂൾ 4 ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അത് പല യൂണിറ്റിലെ പല ഭാഗങ്ങളുടെയും റിപ്പീറ്റഡ് സെഷനാണ് മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്രയൊക്കെയാണ് യൂണിറ്റ് 6 വരുന്നത്. അപ്പൊ ഞാൻ ഏകദേശം പറഞ്ഞു പോയ മെയിൻ ടോപ്പിക്സ് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അത് സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ചോദിക്കാമോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഹലോ മാം. പറഞ്ഞോളൂ. മാം, കഴിഞ്ഞ തവണത്തെ സെറ്റ് എക്സാമിന് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ജനറൽ പേപ്പറിൽ നിന്ന് വന്നത് GK എന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസും ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ GKയിൽ പ്രത്യേകിച്ച് കേരള ഗവൺമെന്റിന്റെ ഒരു പോളിസീസും സ്കീംസും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലേ? അപ്പോൾ അത് ആ ഒരു ടൈം പീരീഡ് ഏത് വരെ ഉള്ളത് കവർ ചെയ്യേണ്ടി വരും ഈ ഒരു ഞാൻ ഈ പറഞ്ഞ 2024 തൊട്ട് അത് നോക്കേണ്ടതായിട്ട്, ഈ അടുത്ത തവണ അങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല. കേരള ഗവൺമെന്റിന്റെ മാത്രമല്ല, ചിലപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതിനെപ്പറ്റി ഇപ്പൊ നീതി ആയോഗ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് നോക്കുമ്പോ 2024 ഒരു മെയ് തൊട്ടുള്ളത് നോക്കണം എന്നാണ് പറയുന്നത്. ഒരു 1 ഇയറിനുള്ളിലൊക്കെ എന്തായാലും ഉറപ്പായിട്ടും ചോദിക്കും. അടുത്ത തവണ അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. ഓക്കെ മാം, ഓക്കെ. താങ്ക് യു ആദർശ്. അപ്പം നമുക്ക് എന്നാ നമ്മളുടെ വിന്നേഴ്സ് മീറ്റിലോട്ട് കടന്നാലോ മാം? കണ്ടിന്യൂ ചെയ്താൽ മിസ്. താങ്ക് യു മരിയ മിസ്. നല്ല ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ജനറൽ പേപ്പറിനെ കുറിച്ചിട്ട്. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സബ്ജക്ട് പേപ്പർ മാത്രം നമ്മൾ ക്ലിയർ ചെയ്തിട്ട് കാര്യമില്ല, ജനറൽ പേപ്പറിനും അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, മിനിമം 60 മാർക്ക്. അതുതന്നെയാണ് മരിയ മിസ്സും പറഞ്ഞത്. അപ്പം 60 മാർക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ജനറൽ പേപ്പർ ആയാലും സബ്ജക്ട് പേപ്പർ ആയാലും പഠിക്കണം. അപ്പം ഒരുപാട് മെറ്റീരിയൽസും ബുക്സും ഗൂഗിൾ വെബ്സൈറ്റുകളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് വിന്നേഴ്സ് എന്ന് കിട്ടുന്ന കുറച്ച് ടിപ്സ് ആയിരിക്കും ചിലപ്പോൾ നമ്മളുടെ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളുടെ സെറ്റ് എക്സാം എക്കണോമിക്സിൻ്റെ കോച്ചിങ് നേടിക്കൊണ്ട് സെറ്റ് വിജയിച്ച കുറച്ച് വിന്നേഴ്സിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. അവർക്ക് എല്ലാവർക്കും ഓരോരോ തിരക്കുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് അവരുടെ ടിപ്സ് എല്ലാം ഷെയർ ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള അഞ്ജന, സൂര്യ, നസീമ, വിന്ദുജ ആൻഡ് സെൽമ. ബാക്കിയുള്ളവരെ നമ്മൾക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല. സമയപരിധി കൊണ്ട് നമ്മളൊരു 5 പേരെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. നമ്മളത് ഓൾറെഡി പറഞ്ഞതാണ്, ഒന്നുകൂടെ പറയുകയാണ് ഈ ഒരു വേദിയിൽ വെച്ചിട്ട്. അപ്പം ഇനി ഈ
2025 സെറ്റോ അതല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന സെറ്റ് പരീക്ഷ എഴുതാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇവർ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവരുടെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇവരെങ്ങനെയാണ് സെറ്റ് പരീക്ഷ പാസ്സായത് എന്നുള്ളതിൻ്റെ ഒരു ഇത് നിങ്ങൾ എടുത്തിട്ട് അതൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾക്ക് അഞ്ജനയിൽ തുടങ്ങാം. അഞ്ജന ഈ കഴിഞ്ഞ സെറ്റ് പരീക്ഷ ക്ലിയർ ചെയ്ത വിദ്യാർത്ഥിനിയാണ്. അഞ്ജന ഉണ്ടോ? ഹലോ മിസ്. അഞ്ജന ഷെയർ ചെയ്തോളൂ. എങ്ങനെയായിരുന്നു സെറ്റിന്റെ പ്രിപ്പറേഷൻ? എന്തൊക്കെയാണ് ചെയ്തത്? എങ്ങനെയാണ് അത് ക്ലിയർ ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയൊരു ഇത് ഷെയർ ചെയ്തോളൂ. ഹായ് ഓൾ, എൻ്റെ പേര് അഞ്ജന. വീട് കവിയൂർ, തിരുവല്ലയാണ്. ആദ്യമേ തന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് മരിയ മിസ്സിനോടും അതുപോലെ സജിത മിസ്സിനോടുമാണ്. കാരണം ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് സെറ്റ് എക്സാമിൻ്റെ. ഈ കഴിഞ്ഞ സെറ്റ് എക്സാം വിന്നറാണ്. പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഞാൻ ഫോളോ ചെയ്ത ടോസ് അക്കാഡമിയാണ്. കാരണം ആദ്യമായിട്ട് പഠിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു കോച്ചിങ് ആവശ്യമായിരുന്നു. അപ്പം അങ്ങനെ നോക്കിയ സമയത്ത് എന്തുകൊണ്ട് ടോസ് അക്കാഡമി സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ, ടീച്ചേഴ്സിന് ഡെമോ ക്ലാസ്സസ് ആദ്യമേ നമുക്ക് തരും. അത് 1 വീക്ക് ഡെമോ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ ക്ലാസ്സസ് കണ്ടിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഡെമോ ക്ലാസ്സസ് എല്ലാം കണ്ടിട്ട് എനിക്ക് ഓക്കെ ആയിരുന്നു. പിന്നീട് ഡെമോ എക്സാം ഉണ്ടായിരുന്നു, അതും അറ്റൻഡ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ കോച്ചിങ്ങിലേക്ക് പിന്നീട് ജോയിൻ ചെയ്യുന്നത്. അപ്പം സെപ്പറേറ്റ് ആയിട്ട് പേപ്പർ 1ൻ്റെയും 2 അങ്ങനെ പറയുകയാണെങ്കിൽ, പേപ്പർ 1ൽ ഇപ്പം മരിയ മിസ് കമ്മ്യൂണിക്കേഷൻ, ICT, അതുപോലെ റിസർച്ച്, സൈക്കോളജി, ഫിലോസഫി, ഇതൊക്കെ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഏരിയാസാണ്. അപ്പം അതൊക്കെ നന്നായിട്ട് പഠിക്കുക. പിന്നെ GK, അതുപോലെ കറണ്ട് അഫയേഴ്സ്, അത് കുറച്ച് ടഫാണ്, എന്നാലും പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ഒരു വീക്ക് നമ്മൾ പഠിക്കുന്ന കാര്യം കൃത്യമായിട്ട് നമ്മളിത് റിവൈസ് ചെയ്തിരിക്കണം. സാറ്റർഡേ സൺഡേ റിവൈസ് ചെയ്യണം. നമുക്ക് ടോസ് അക്കാഡമിയുടെ കാര്യം എന്ന് വെച്ചാൽ Monday to Friday നമുക്ക് തരുന്ന ക്ലാസ്സസ് സാറ്റർഡേയും സൺഡേയും പഠിച്ചിട്ട് അടുത്ത മൺഡേ മിസ് എക്സാം തരും. അപ്പോൾ അത് കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അത് അങ്ങനെയാണ് പേപ്പർ 1 പഠിച്ചതെന്ന് പറയുന്നത്. ഇപ്പോൾ പേപ്പർ 2ലേക്ക് വരുവാണെങ്കിൽ എക്കണോമിക്സ്, ഓരോ സബ്ജക്ട് വൈസ് പറയുകയാണെങ്കിൽ മൈക്രോയിൽ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അതാണ്. അത് മസ്റ്റ് ആയിട്ട് പഠിക്കുക. അത് എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ അതിൽ തന്നെ ഇൻഡിഫറൻസ് കർവ്, അതുപോലെ ഗിഫ് ആൻഡ് ഗുഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ്, അങ്ങനെയുള്ള കുറേ ഏരിയാസ് ഒക്കെ ഉണ്ട്. പിന്നെ സ്ലസ്കി എഫക്റ്റ്, ഹിഗ്സ് എഫക്റ്റ്, അതൊക്കെ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. അതുപോലെ മാക്രോ വരുവാണെങ്കിൽ ISLM പോളിസീസ്, ആ ഒരു ഏരിയ പോർഷൻസ് ഒക്കെ. പിന്നെ പബ്ലിക് ഫിനാൻസ് കഴിഞ്ഞ വർഷം അത്രയും ചോദിച്ചിട്ടില്ല, തിയറീസ് ഒക്കെയാണ്. അതിൽ വാഗ്നർ ഹൈപ്പോത്തിസിസ്, പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തിസിസ്, അതൊക്കെയാണ് ചോദിച്ചത്. പിന്നീട് ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് നന്നായിട്ട് പഠിക്കുക. പിന്നെ ഇന്ത്യൻ എക്കോണമിയിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ സെക്സ് റേഷ്യോ, അത് ക്രൊണോളജിക്കൽ ഓർഡർ വൈസ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡെവലപ്മെന്റ് എക്കണോമിക്സ് വരുമ്പോഴത്തേക്ക് ഡെവലപ്മെന്റ് തിയറീസ് കാര്യങ്ങൾ, HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, PQLI, ആ ഒരു ഏരിയാസ് ഒക്കെ. അപ്പം പേപ്പർ 1ലാണെങ്കിലും 2ലാണെങ്കിലും ഇപ്പൊ ടോസ് അക്കാഡമിയിൽ കോച്ചിങ് എടുക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് ഈ പോർഷൻസ് ടീച്ചേഴ്സ് തരുന്നത് പഠിക്കുക. ഡെയിലി നമുക്കൊരു 2 വീഡിയോസ് അല്ലെങ്കിൽ 3 വീഡിയോസേ കിട്ടത്തുള്ളൂ. ആ വീഡിയോസ് കൃത്യമായിട്ട് പഠിക്കുക, നോട്ട് എഴുതുക. അതിനുശേഷം കൃത്യമായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുക. ലാസ്റ്റ് എക്സാം സമയമൊക്കെ ആകുന്ന ഒരു 1 മന്തിന് മുന്നേ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് അനലൈസ് ചെയ്യുക. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് PYQ അനലൈസ് ചെയ്യുന്ന സമയത്താണ്. അതുകൊണ്ടാണ് ഇതിന് കൃത്യമായിട്ട് ആ എക്കണോമിക്സിന്റെ ഏരിയാസ് ഒക്കെ എനിക്ക് പറയാൻ പറ്റിയത്. അപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ ഈ ആ ഒരു ഏരിയാസ്, ഇപ്പം കൺസ്യൂമർ ബിഹേവിയറിലാണെങ്കിൽ ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ നമുക്ക് നോക്കുമ്പോൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ അതിൽ നിന്ന് 2-3 തവണ എക്സാമിന് ചോദിച്ചു. അതുപോലെ ഇൻഡിഫറൻസ് കർവ്, അതിനകത്ത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചൊരു ഏരിയാസ് ആണ്. പിന്നെ മാക്രോയിലേക്ക് വരുമ്പോൾ ടോബിൻ സ്ക്യൂ റേഷ്യോ, അതൊന്നും നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏരിയ അല്ല. അപ്പൊ അതിൽ നിന്ന് പോർഷൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഏരിയാസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. മെയിൻലി പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് പഠിച്ചാൽ ലാസ്റ്റ് ടൈമിൽ നമുക്ക് പോർഷൻ കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് പഠിക്കണം. ഒരു 10 സെറ്റെങ്കിലും, പക്ഷെ അത്രയും പോലും ഒരു 5 സെറ്റെങ്കിലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. താങ്ക് യു അഞ്ജന, താങ്ക് യു സോ മച്ച്. ഇനി അടുത്തത് സൂര്യയുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു ഒന്ന് പറയാവോ? ഹലോ മിസ്സേ, ഹലോ. പറഞ്ഞോളൂ സൂര്യ. മിസ്സേ, എൻ്റെ പേര് സൂര്യ എന്നാണ്. ഞാൻ ഇടുക്കി കട്ടപ്പനയാണ് എൻ്റെ വീട്. ഞാൻ കുറേ നാളുകളായിട്ട് സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. നേരത്തെ ഞാനൊരു കോച്ചിങ് ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ക്ലാസ്സിൽ നിന്ന് അത്ര നല്ല നോട്ടുകളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ട് വഴി പറഞ്ഞിട്ടാണ് ഞാനിവിടെ ടോസ് അക്കാഡമി
ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മനസ്സിലായത് നല്ല നോട്ടുകൾ, നല്ല ക്ലാസ്സുകൾ. എനിക്കങ്ങനെ ഡൗട്ടും കാര്യങ്ങളൊന്നും അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഞാൻ റിപ്പീറ്റായിട്ട് ക്ലാസ് കേൾക്കാറുണ്ടായിരുന്നു. പിന്നെ ക്ലാസ് കേട്ടാണെങ്കിലും ഞാൻ ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യും. ആ ഷോർട്ട് നോട്ട് തന്നെയാണ് എന്നെ വളരെയധികം സഹായിച്ചത്. ആ നോട്ടുകൾ തന്നെ ഞാൻ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം തന്നെ സെറ്റിന് കൊടുത്തപ്പോഴത്തേന് ഞാൻ ചെയ്ത ഒരു കാര്യം, ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് ഞാൻ പ്രിൻ്റ് എടുത്തിരുന്നു. എന്നിട്ട് ആ പ്രിൻ്റ് വെച്ചിട്ട് ഞാൻ ഡെയിലി ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം ചെയ്ത് പഠിക്കുമായിരുന്നു. അതെന്നെ ടൈം മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഈ എക്സാം ചെയ്യാനുള്ള ആ പേടി, അങ്ങനെയുള്ള എല്ലാം എനിക്ക് അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഷോർട്ട് നോട്ടുകൾ ഞാൻ റിവിഷൻ ചെയ്തുകൊണ്ടിരുന്നുണ്ട്. ഒരു മാസം ഒരു 3 തവണയെങ്കിലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ റിവിഷൻ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് പേപ്പറൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഞാൻ സൈക്കോളജി, പെഡഗോഗി അങ്ങനെയുള്ള ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് കൂടുതലും ഞാൻ ജനറൽ ടോപ്പിക്കുകളെക്കാൾ കൂടുതൽ സൈക്കോളജി, പെഡഗോഗി ആ ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഭാഗത്തു നിന്നൊക്കെ ഒരു 60 മാർക്കോളം എനിക്ക് നേടാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ സെക്കൻഡ് പേപ്പറിലേക്ക് വന്നത് തന്നെ. സെക്കൻഡ് പേപ്പറിൽ നിന്നൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും നമ്മൾ മൈക്രോ ഉണ്ട്, മാക്രോ ഉണ്ട്, പബ്ലിക് ഫിനാൻസ് ഉണ്ട്, ഇൻ്റർനാഷണൽ ഉണ്ട്, ബാങ്കിങ് ഉണ്ട്. ഏതെടുത്ത് നോക്കിയാലും നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. എല്ലാ പേപ്പറിൽ നിന്ന് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് വരും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിച്ചത് കൊണ്ട് നമുക്ക് ഏകദേശം അറിയാം എല്ലാ വർഷവും വരാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. അതുകൊണ്ട് അവസാന നാളുകളിലൊക്കെ ആണെങ്കിൽ ഞാൻ ഇതിനെ സെലക്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ടോസ് അക്കാഡമിയിൽ നിന്ന് എല്ലാ ആഴ്ചയും എക്സാമുകളൊക്കെ നടത്തുന്നതുകൊണ്ട് ഇത് തന്നെ വീണ്ടും ചെയ്ത് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് അത് ചെയ്യാൻ പറ്റിയെന്ന് എൻ്റെ ഒരു വിശ്വാസം. ഇത്രയൊക്കെയാണ് മിസ്സേ ഞാൻ ചെയ്ത കാര്യങ്ങൾ. താങ്ക് യു സൂര്യ. താങ്ക് യു സൂര്യ. സൂര്യ പറഞ്ഞതിൽ ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നസീമ, സൂര്യ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ മിസ്. നസീമയുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത്? ഹലോ മാം. പറഞ്ഞോളൂ. ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ നസീമ, മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ്. ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ പിന്നെ ടോസ് അക്കാദമിയിൽ ചേർന്ന ശേഷമാണ് ഞാൻ സെറ്റ് ക്ലിയർ ചെയ്തത്. വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു നമുക്ക് ടോസ് അക്കാദമി വഴി കിട്ടിയിരുന്നത്. അതിന് ആദ്യമായിട്ട് ഞാൻ ടീച്ചേഴ്സിനെ, അതുപോലെ തന്നെ ടോസ് അക്കാദമി മൊത്തത്തിൽ നന്ദി പറയുകയാണ്. പിന്നെ വളരെ നല്ല, അതുപോലെ റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ പറ്റിയ അവസരം ഉണ്ടായിരുന്നു. പിന്നെ എക്കണോമിക്സ് സാജിദ മാമും അജിത മാമും വളരെ നല്ല രീതിയിൽ ബേസിക് കൺസെപ്റ്റ്സ് മുതൽ നമുക്ക് ക്ലാസ്സിൽ പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം ഒരു തുടക്കത്തിൽ തന്നെ എനിക്ക് പിന്നെ ഞാൻ സബ്ജക്റ്റ് കുറച്ച് ടച്ച് ഇല്ലാതെയായിരുന്നു സെറ്റിന് എക്സാം അറ്റൻഡ് ചെയ്തിരുന്നത്. പക്ഷേ ആ സമയത്ത് എനിക്ക് ടോസ് അക്കാദമി ആയിരുന്നു എന്നെ ഈ ഇതെല്ലാം അതിൻ്റെ ക്ലാസ് മുഖേനയായിരുന്നു എനിക്കെല്ലാം ക്ലിയർ ചെയ്യാൻ സാധിച്ചത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏത് സമയത്തും ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. പിന്നെ ഇവിടെ മറ്റൊരു പറഞ്ഞ പോലെ തന്നെ ഇവിടെ മോക്ക് ടെസ്റ്റും മറ്റും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മളിപ്പോൾ പഠിക്കുകയാണെങ്കിൽ ജനറൽ പേപ്പറും അതുപോലെ സബ്ജക്റ്റും ഒരുപോലെ പ്രാധാന്യം കൊടുത്ത് വേണം പഠിക്കാൻ. ഏതിലെങ്കിലും ഒന്ന് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യരുത്. രണ്ടും ഒരുപോലെ പ്രാധാന്യം കൊടുത്ത് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഇങ്ങനെ പഠിച്ചു പോകും, പക്ഷെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് എക്സാമിന് വളരെയധികം ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മസ്റ്റായിട്ടും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, എക്കണോമിക്സ് ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ടും നമ്മൾ ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അതുപോലെ ടോസ് അക്കാദമിയിൽ ഇതുപോലെ നടത്തിയിരുന്ന എക്സാമുകൾ മോക്ക് ടെക്സ്റ്റ് ഒക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരിക്കലും മിസ്സാക്കാതെ നോക്കുക എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളത്, നമുക്ക് ലാസ്റ്റ് ടൈമിൽ ടോസ് അക്കാദമി നൽകിയിരുന്ന ഒരു ഷോർട്ട് നോട്ട്സ് ഉണ്ടായിരുന്നു. എല്ലാം നമുക്ക് മൊത്തത്തിലൊരു ചെറിയൊരു കാച്ചി കുറുക്കിയ ഒരു നോട്ട് ഉണ്ടായിരുന്നു. അത് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു നമുക്ക്. അപ്പോൾ അതൊക്കെ തന്നെ പറയാനുള്ളത്. മറ്റെല്ലാവരും പറഞ്ഞ കാര്യങ്ങളാണല്ലോ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. താങ്ക് യു നസീമ. താങ്ക് യു സോ മച്ച്. ബിന്ദുജ. ഹലോ മിസ്.
ഒന്ന് ഷെയർ ചെയ്യാവോ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ എന്നെല്ലാം? ഓക്കെ. ഗുഡ് ഈവനിങ്. എന്റെ പേര് ബിന്ദുജ എന്നാണ്. ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. ഞാനും ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് മെയിൻലി എല്ലാവരും ഓൾമോസ്റ്റ് സെയിം രീതി തന്നെയായിരിക്കും ഫോളോ ചെയ്തിട്ടുണ്ടാവുക. ഞാനും എനിക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെയാണ് സെറ്റ് കിട്ടിയത്. അതിന് ഏറ്റവും അധികം താങ്ക്സ് പറയാനുള്ളത് ടോസ് അക്കാദമിയിൽ നമുക്ക് എടുത്ത എല്ലാ ടീച്ചിങ് ഫാക്കൽറ്റീസിനാണ്. എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ക്ലാസ്സസ് ഭയങ്കര ഇഫക്റ്റീവ് ആണ്. ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് അതായത് ബ്രീഫാണ്, എന്നാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ പോയിന്റ്സ് അതിലുണ്ട്. പിന്നെ ഒരു ടോപ്പിക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ചോദിച്ചത് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ആവുമ്പോൾ നമുക്ക് ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് ചില ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് തന്നിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്കത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നോക്കുമ്പോൾ ഇത്തിരി കൂടി യൂസ്ഫുൾ ആയിരിക്കും. മെയിൻ ആയിട്ട് പെൻഡിങ് വരാത്ത രീതിയിൽ അപ് ടു ഡേറ്റ് ആയിട്ട്, അതായത് ഓവർ ബേർഡൻ ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്നും നമുക്ക് തരുന്നുണ്ട്. ഇപ്പൊ ജനറൽ ക്ലാസ് ആണെങ്കിലും ഞാൻ എക്കണോമിക്സ് ആയിരുന്നു, എന്റെ സബ്ജക്ട് എക്കണോമിക്സ് ആയിരുന്നു. അപ്പോൾ ആ ക്ലാസ് ആണെങ്കിലും നമുക്ക് പറ്റാവുന്ന അത്ര നോട്ട്സ് വീഡിയോസ് ഒക്കെയാണ് തരുന്നത്. അപ്പൊ അന്നന്ന് എടുക്കേണ്ട നോട്ട്സ് നന്നായി പഠിക്കും. ഞാൻ ഫോളോ ചെയ്തിരുന്നത് ഞാൻ ക്ലാസ് കേൾക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ നോട്ട്സ് എഴുതി വെച്ചിരുന്നു. എനിക്ക് അതാണ് ഇത്തിരി കൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. അപ്പൊ നമ്മൾ നോട്ട്സ് എഴുതി വെക്കുമ്പോൾ ക്ലാസ് കേൾക്കുമ്പോൾ ഞാൻ നന്നായി ശ്രദ്ധിച്ചിട്ടാണ് ക്ലാസ് കേൾക്കുക. നോട്ട്സ് എഴുതുമ്പോൾ ഞാൻ ഒന്നും കൂടി അത് നല്ല ഡീപ്ലി വായിച്ചിട്ടാണ് എഴുതി വെക്കാറ്. അപ്പൊ ഓൾമോസ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടുക ടോപ്പിക്കിനെ കുറിച്ച്. പിന്നെ നമ്മൾ പഠിക്കും. പിന്നെന്ന് വെച്ചാൽ നമ്മൾക്ക് എക്സാംസ് ഇവർ വീക്കിലി കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ആണ്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും നമുക്ക് എല്ലാ ടോപ്പിക്സും റിവൈസ് ചെയ്തിട്ടുള്ള എക്സാംസ് വരും. ഞാൻ വേറെ കോച്ചിങ്ങിന് ആവശ്യങ്ങൾക്ക് വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എടുത്തിരുന്നു. അപ്പൊ അതിലെ വ്യത്യാസം തോന്നിയത് ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ എനിക്ക് ഭയങ്കര ബേർഡൻ ആയിട്ട് തോന്നും. ഒരു ദിവസം തരണ്ട് നമുക്ക് അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അത്ര ബേർഡൻ ആയിട്ട് തോന്നും. അപ്പൊ നമുക്ക് തന്നെ ഭയങ്കര സ്ട്രെസ് ആയിട്ട് നമുക്ക് ആക്ച്വലി അത് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. ഓരോ ദിവസം അത് ബേർഡൻ ആയിട്ടില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ മിസ്സുമാരുടെ അടുത്ത് ചോദിച്ചാൽ അത് എത്രയും പെട്ടെന്ന് അവര് നമുക്ക് അതിന് ആൻസർ പറഞ്ഞു തരും. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, ഞാനും ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിരുന്നു, ജനറൽ പേപ്പറിനാണെങ്കിലും സബ്ജക്ട് പേപ്പറിനാണെങ്കിലും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ സബ്ജക്റ്റിനെ ടച്ച് ഒക്കെ വിട്ടപ്പോൾ ജനറൽ ആണെങ്കിലും സബ്ജക്ട് പേപ്പർ ഒക്കെ നോക്കുമ്പോൾ അയ്യോ ഒരു ഐഡിയ കിട്ടണില്ലല്ലോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫോളോ ചെയ്തായിരുന്നത് ടോപ്പിക്സ് കവർ ആവണതനുസരിച്ച് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വായിക്കും. അപ്പൊ ഞാൻ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ്. അപ്പൊ എനിക്ക് അത് എന്റെ കോൺഫിഡൻസ് ലെവലിൽ കൂട്ടുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തായിരുന്നത്. അപ്പോ ഇവര് ക്ലാസ് കേട്ടു, നമ്മൾ ആ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞു, ഇനി അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുമ്പോൾ നമുക്ക് അത് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അത് കൂട്ടും. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി പഠിക്കാനുള്ള ഇൻട്രസ്റ്റും കൂടും. മെയിൻ കാര്യം പെൻഡിങ് വരാത്ത രീതിയിൽ ക്ലാസ്സുകൾ കാണാം, നോട്ട്സ് നന്നായിട്ട് വായിച്ചു നോക്കുക. നോട്ട്സ് ആണെങ്കിലും വളരെ അതായത് കുറെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് തന്നിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ ഇത് ബ്രീഫ് നോട്ട്സ് ആണെങ്കിൽ പോലും ഭയങ്കര എഫക്റ്റീവ് ആണ്. ഇപ്പൊ നമ്മൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇടുന്ന എക്സാംസ് ആണെങ്കിലും വീട്ടിലെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് ഒക്കെ നോക്കുമ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ആ ഏരിയയിൽ എത്രമാത്രം ചോദിക്കും ഇങ്ങനെ ഒരു ധാരണ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. അപ്പോ ക്ലാസ് കിട്ടിയതിന്റെ ബേസിൽ മാത്രമാണ് എനിക്ക് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പൊ സിലബസ് വെച്ച് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കാം, പക്ഷെ അതത്ര എഫക്റ്റീവ് ആണ്. എന്റെ പേഴ്സണലിലുള്ള എക്സ്പീരിയൻസിൽ എനിക്ക് അത്ര എഫക്റ്റീവ്. ഞാൻ ആദ്യം അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, കോച്ചിങ് എടുക്കാതെ ഒറ്റയ്ക്ക് പഠിക്കാം, കാരണം എല്ലാതും നമ്മൾ പഠിച്ചതല്ല, അങ്ങനെയൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. പിന്നെ മോക്ക് ക്ലാസ് ഒക്കെ കണ്ടപ്പോൾ വളരെ ഇഫക്റ്റീവ് ആയിട്ട് തോന്നി. ഇങ്ങനെയാകുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പോകും. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ടോപ്പിക്സ് ഇന്ന ഡേയ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ സിലബസ് ആകുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം അല്ലെങ്കിൽ എവിടെ അവസാനിപ്പിക്കണം, അങ്ങനെ ഭയങ്കര ഒരു കൺഫ്യൂഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നല്ല നോട്ട്സും നല്ല ക്ലാസ്സസും ആയിരുന്നു. പിന്നെ നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും മിസ്സുമാര് എപ്പോഴാണ് അവൈലബിൾ അപ്പൊ നമുക്ക് അത് ക്ലിയർ ചെയ്ത് തരും. അപ്പൊ അത് നമ്മൾ ചോദിക്കുന്ന ടൈം തന്നെ അത് ക്ലിയർ ചെയ്ത് കിട്ടുമ്പോൾ അത് അത്രയും യൂസ്ഫുൾ ആണ്. അപ്പൊ നമുക്ക് ആ സ്പോട്ടിൽ ചോദിക്കുമ്പോൾ ക്ലാരിറ്റിയും ആ ടോപ്പിക്കും അങ്ങനെ ക്ലിയർ ആക്കുമ്പോൾ വളരെ എഫക്റ്റീവ് ആയിരുന്നു എല്ലാ ക്ലാസ്സസും. ജനറൽ ആണെങ്കിലും ഇതാണെങ്കിലും ഇപ്പോൾ വളരെ നമ്മൾ അങ്ങനെ ഭയങ്കര ഞാൻ വലിയ ഐഡിയ ഒന്നും ഇല്ലാതെയാണ് പിന്നെ സെറ്റ് എക്സാം എഴുതാനും പറഞ്ഞത്. അപ്പൊ എല്ലാവരും പറഞ്ഞൊരു ഇത് വെച്ചിട്ട് ഭയങ്കര ടഫ് എക്സാം ആവും അങ്ങനെ ഒരു ധാരണയിലാണ് ഞാൻ എഴുതാൻ വന്നത്. പക്ഷെ ക്ലാസ് ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ പറ്റാവുന്ന കാര്യമുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് പറ്റാവുന്ന മാക്സിമം ചെയ്യുക. അപ്പോൾ ഇത് ക്ലാസ്സും പിന്നെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
നമുക്ക് ക്ലാസ് കിട്ടി അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് ധാരണയാവും. അപ്പൊ പിന്നെ നമ്മൾ പ്രീവിയസ് എടുത്ത് നോക്കുമ്പോൾ അത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ആക്ച്വലി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് ഇത്തിരി കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നത്. ഞാൻ എനിക്ക് പറയുന്നത്. താങ്ക് യു ബിന്ദുജ. താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇത്രയും ഈ വിന്നേഴ്സിന്റെ ഇന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഹാർഡ് വർക്ക് തന്നെ വേണം. അതായത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോയിട്ട് കാര്യമില്ല. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നന്നായിട്ട് നോക്കണം. തരുന്ന നോട്ട്സ് ആണേലും നന്നായിട്ട് നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലോട്ട് നമ്മൾ തരുന്ന മെറ്റീരിയൽസിന് കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ പാസ്സാവാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു പ്രസന്റേഷൻ അല്ല. കാരണം നമ്മൾ ഓൾറെഡി ടോസ് അക്കാദമിയുടെ ഇത് യൂട്യൂബിൽ നമ്മൾ ഓൾറെഡി നമ്മളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രിപ്പറേഷൻസ് ആയത് ടോസിൻ്റെ സെറ്റ് ഇക്കണോമിക്സ് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം, അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുറേ കാലങ്ങളായിട്ട് ടോസ് അക്കാദമിയുടെ യൂട്യൂബിൻ്റെ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള, അതായത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നല്ല ആഗ്രഹമുള്ള ആൾക്കാർ ജസ്റ്റ് ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇതിൽ ഞാൻ അധികം ഒന്നും പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നില്ല. ജസ്റ്റ് 1-2 ഓർമ്മപ്പെടുത്തലുകൾ മാത്രം. ടോസ് അക്കാദമിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ വീഡിയോസും റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് ടോസ് അക്കാദമിയുടെ ആപ്പിലൂടെയും അതുപോലെ തന്നെ നോട്ട്സ് ആപ്പ് വഴിയും വാട്സാപ്പ് വഴിയും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ കഴിഞ്ഞ 10 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തിട്ടുള്ളത് തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ എല്ലാ വീക്കും നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓരോ യൂണിറ്റ് കഴിയുമ്പം അതിൻ്റെ യൂണിറ്റ് വൈസ് റിവിഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു മെയിൻ എക്സാമിൻ്റെ അടുപ്പിച്ചിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ നടത്താറുണ്ട്. പിന്നെ എന്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് ടൂസ് അക്കാദമിയുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുന്നത് സെറ്റ് ഇക്കണോമിക്സിന് കേട്ടോ. പ്രധാനമായിട്ട് നമ്മൾ നോക്കി വയ്ക്കുക, മിനിമം മാർക്ക് 60 എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കാൻ പോവുക, പഠിക്കുക. ഓരോ കാറ്റഗറിക്കും ഡിഫറൻ്റ് ആണ്, പക്ഷെ നമ്മൾ എപ്പോഴും 60 മാർക്ക് തന്നെ കിട്ടാനായിട്ട് ശ്രമിക്കുക. പിന്നെ യൂണിറ്റുകൾ 6 എണ്ണമാണ് ഉള്ളത്. ഇതിൽ ഓരോ യൂണിറ്റിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് ടോസ് അക്കാദമിയുടെ യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതൊന്ന് നോക്കുക. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളത് കിട്ടും. അപ്പം നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെ എല്ലാവർക്കും ആകട്ടെ. പിന്നെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ വിന്നേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പം അഞ്ജന ഇപ്പോൾ ഒരു മെസ്സേജ് അയച്ചായിരുന്നു. അഞ്ജനയ്ക്ക് അവിടെ ഒരു സ്കൂളിൽ കിട്ടി, ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്ത് അവൾക്ക് അവിടെ ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇത് കേൾക്കുമ്പം. അപ്പം ഇനി വരാനിരിക്കുന്ന സെറ്റ് ആസ്പിരൻസിനും ഇത് നല്ലൊരു മോട്ടിവേഷൻ ആവട്ടെ. പെട്ടെന്ന് തന്നെ സെറ്റ് ക്ലിയർ ചെയ്തെടുക്കുക, നല്ല രീതിയിലൊരു പ്രിപ്പറേഷൻ കൊണ്ടുപോകുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു എവരി വൺ. താങ്ക് യു ഓൾ.